ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയാണ് നല്ല വെയിലുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല മഞ്ഞ്. കാലാവസ്ഥ ശടപടയെന്നും പറഞ്ഞാൽ മാറുന്നത്. നമുക്ക് അടുക്കളയിൽ പോയി ഇനി അച്ചമ്മച്ചി അമ്മയൊക്കെ എന്നെ പരിപാടിയിൽ നിന്ന് പോയി നോക്കിയിട്ട് വരാം. അയ്യോ, നല്ല തണുപ്പുണ്ടല്ലേ. എന്നല്ല ഇന്നലെ വരെ എന്നെ വെയിലായിരുന്നു. ഇന്നിപ്പം വേണ്ട കാലാവസ്ഥ മാറിയതുണ്ട്. ഇന്നെന്നാ പരിപാടി? ഞങ്ങൾ കുറച്ച് ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ടാക്കാൻ പോവാ. എന്തായാലും മഴ ആയതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. എന്നാ പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ടാക്കാം. അതിനുള്ള സാധന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കരിവേപ്പില കഴുകി വാരി എടുത്ത് നമ്മുടെ ചെറിയ ഫ്രിഡ്ജിന്റെ അടുത്ത് വെക്കുമ്പോഴേ അതിന്റെ ആ ഒരു മറ്റേ താഴത്തെ ഡോറിന്റെ അത്ര കാണത്തുള്ളല്ലേ? അത്ര. അച്ഛൻ എന്നോട് ചോദിച്ച ആദ്യത്തെ കാര്യം എന്നാന്നറിയോ, നീ ഇനി ഇതിന്റെ മേളിൽ എങ്ങനെ വെള്ളം കയറ്റി വെക്കുമെന്ന്. സാധാരണ എന്നാ സാധനം ഉണ്ടല്ലോ ഫ്രിഡ്ജിന്റെ മേലോട്ട് കൊണ്ട് ഇടുവല്ലേ. ഇതിനെ കൊണ്ടല്ലേ ഇനി അമ്മ വെക്കും. അതെ, അതിന്റെ വേണ്ട വെച്ചാൽ എനിക്ക് എത്തുമല്ലോ എടുക്കണം അല്ലേ. പുത്ത ഫ്രിഡ്ജ് ആയതുകൊണ്ടേ മറ്റേതിന്റെ അകത്തായിരുന്നെങ്കിൽ വലിച്ചു വാരി അല്ലായിരുന്നു സാധനം ഇടുന്നത്. ഇതിപ്പോ ഇത്രയും തന്നെ നിർബന്ധിച്ച് വെക്കാൻ വയ്യാത്തോണ്ട് വെച്ചതല്ലേ അമ്മേ? ഇതിനകത്ത് വെക്കാനുള്ള മറ്റേ ചെറിയ ബോക്സ് ഉണ്ടല്ലോ, ബോക്സസും ബാഗും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. നേരത്തെ കമ്പത്ത് എന്നാ വിലക്കുറവ് സാധനം കിട്ടിയെന്ന് പറഞ്ഞാലുവേ ഫ്രിഡ്ജിന് ഇടയില്ലായിരുന്നോണ്ട് കുറച്ച് സാധനം അല്ലായിരുന്നു മേടിക്കുന്നേ. ധൈര്യമായിട്ട് വാങ്ങിക്കാലോ. ഇനി കൊറേ സാധനം മേടിക്കാം. ഇനി 2 ചാക്കായിരിക്കും. അതെ അതെ. അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു മാസത്തേനൊക്കെ ഇരിക്കുമ്പോഴത്തേനേ വെക്കാനുള്ള ഇടയില്ല, പകുതി സാധനം അഴുക്കായി പോയെങ്കിലോ എന്നൊരു പേടി. ഇനിയിപ്പൊ അങ്ങനെ പേടിക്കണ്ടല്ലോ. അതെ, ഇനി 2 മാസം കൂടുമ്പോ പോയാൽ മതി. ഇതൊക്കെ കഴിച്ചോണ്ടിരുന്നാ മതി. ഉച്ചക്കത്തേക്ക് എന്നതാ? ഉച്ചക്ക് ചോറും ചമ്മന്തിപ്പൊടി. ഇല്ല, ചിക്കനൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ വിളിച്ചു പറഞ്ഞായിരുന്നു. വണ്ടി വന്നില്ല. ചിക്കൻ വരുമല്ലോ. ഇല്ല, ചിക്കൻ കൊണ്ടുവരുന്ന വണ്ടി വന്നില്ലെന്നാ പറഞ്ഞേ. ഇന്ന് വരത്തില്ലേ? വരുവാണെ മേടിക്കാലോ. ഇല്ലെങ്കി എന്നെ ഉച്ചക്ക്. ഇല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയും ചോറും ഓംലേറ്റും. മുട്ട തരുന്ന അത് താഴത്തെ കടയിൽ നിന്ന് മേടിക്കാലോ. മീൻകറിയുണ്ട്, ബീൻസ് തോരനുണ്ട്, ഓംലേറ്റ് ഉണ്ട്. നമുക്കേ എന്തായാലും മഞ്ഞും മഴ ആയതുകൊണ്ട് ഇന്ന് വെളിയിൽ ഇറങ്ങിയേ ഇല്ല. അതുകൊണ്ട് നമുക്ക് വൈകിട്ട് ഒരു താഴെ വരെ നടന്നിട്ട് വന്നാലും തണുപ്പ് കാരണം ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നടന്നിട്ടൊന്ന് ചൂടായിട്ട് വരാം. ചൂടായിട്ട് വരാം. നല്ലപോലെ തണുക്കുന്നുണ്ടല്ലേ അമ്മേ? വെളിയിൽ ഇറങ്ങിയപ്പോ അല്ലേ? നടന്നിട്ട് തിരിച്ചു കയറി വരുമ്പോഴത്തേനും തണുപ്പ് പോവായിരിക്കും. നടന്ന് സോക്സ് ഇട്ടാ മതി. കാല് നല്ല ചൂടായിട്ടിരിക്കുവോ? ആണോ? ഓ ശരി. നീ ഇന്നലെ തൊട്ട് മിനിങ്ങാന്ന് തൊട്ട് നീ സോക്സ് ഇടാൻ തുടങ്ങിയല്ലേ? ഇതാര് പഠിപ്പിച്ചതാടാ? ആരും പഠിപ്പിച്ചൊന്നുമല്ല. നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. കൊള്ളാലോ. ഞാനൊന്നാ എന്റെ കാല് തണുപ്പ് ആകുമ്പോഴത്തേനും കാല് മരയ്ക്കും. സോക്സ് ഇട്ട് കിടന്നുറങ്ങിയാൽ നല്ല സ്ലീപ്പ് ക്വാളിറ്റി ഒക്കെ കിട്ടും. ആണോ? അല്ലെങ്കിലും ഈ തണുപ്പത്ത് പോസ്റ്റ് മൂടി കിടന്നിട്ട് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. എഴുന്നേക്കണ്ടല്ലോ. രാവിലെ എണീക്കാനല്ലേ മടി. അതെ, സ്കൂളിൽ പോകുമ്പോ. നാളെ സ്കൂളിൽ പോടാലോ. തണുപ്പൊക്കെ വെച്ച് നാളെ മഞ്ഞൊന്നോണെ പോകണ്ട. മഞ്ഞാണെ അവധിയില്ല, മഴയാണെങ്കിൽ മാത്രമേ അവധിയുള്ളൂ. മഴ പെയ്താ മതിയായിരുന്നു. ഇതുണ്ടോ ഈ ഇലച്ചെടി ഉണ്ടോ? ഇതിന്റെ റോസ് കളറാ ഞാൻ അവിടെ ചെടിയോ? അത് ഇലയാ, റെഡ് കളറ്. ഇല പൂ പോലെ ഇതുണ്ടോ? പൂവിന്റെ കളറല്ലേ ഇലക്ക്? ഇതിന്റെ റോസ് കളറാണ് ചട്ടിക്കകത്തായിട്ട് വെച്ചേക്കുന്നത്. നല്ല രസമല്ലേ ഇത് കാണാൻ? ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇതും ഒരു കമ്പം നമുക്ക് ചട്ടിക്കകത്ത് കാണണം. അങ്ങോട്ട് പോയി മഞ്ഞ് കാണണോ? അയ്യോ, എന്തുവാലേ. പക്ഷെ നല്ല രസം പോലില്ലേ? അതെ, ഈ മഞ്ഞായപ്പോഴേക്കുവേ വീണ്ടും ആലിന്റെ ഇല ഫുള്ള് ഒഴിഞ്ഞേ. ആലൊക്കെ കാണാനും എന്നാ രസമാന്ന് അങ്ങോട്ട് മഞ്ഞായിട്ട്. മഞ്ഞിനകത്ത് അമ്പലം ഇരിക്കുന്നു. കുളിച്ച് മഞ്ഞില്. വൈകുന്നേരം ആയപ്പോഴത്തേനും ഇന്ന് ആൾക്കാര് കുറവാട്ടോ. മഞ്ഞൊക്കെ ആയോണ്ടായിരിക്കും. തണുപ്പല്ലേ, എന്നാലും ആളാണ്. അപ്പോഴേ ഇവിടെ വരെ വന്ന് നമുക്ക് കുറച്ചു നേരം അവിടെ ആലിന്റെ അവിടെയൊക്കെ ഇരുന്നിട്ട് കടയിലൊന്ന് പോയിട്ട് പോകാം. എന്നാ നമുക്ക് മേടിക്കണ്ടേ? എന്നാ വാങ്ങിക്കുന്നേ? എന്നാ മേടിക്കണ്ടേ? എന്തേലും വാങ്ങിക്കാം. പോപ്പി ഇവിടെ വന്നിരുന്നോ? നല്ല നനഞ്ഞിരിക്കുവല്ലേ ഇത്? അല്ല, നനഞ്ഞിട്ടില്ലേ? മഞ്ഞല്ലേ, അതുകൊണ്ട് വലുതായിട്ട് നനഞ്ഞിട്ടില്ല. മഴ വലുതായിട്ട് പെയ്യുന്നില്ലല്ലോ. നല്ല രസമുണ്ടല്ലേ.
എനിക്കെന്നാ വലിയ തണുപ്പ് തോന്നുന്നില്ല കേട്ടോ. ആ പെരക്കകത്തിരുന്നപ്പോഴായിരുന്നു നല്ല തണുപ്പ്. നീ പരിക്കാത്തിരിക്കണ്ട. അതെ, വെളിയിൽ കൂടെ ഇറങ്ങി നടന്നാൽ അത്രയും തണുക്കുകയില്ല. ആ വീടിന്റെ അങ്ങോട്ട് കണ്ടോ അമ്മേ, ആ ഒന്നും ഇല്ലാത്ത പോലെ അതെ അങ്ങോട്ട്. അതെ. പക്ഷെ അമ്പലത്തിലെ രാവിലെ ഒക്കെ ആവുമ്പോഴേ ആ മരവും കാണത്തില്ല, ഒന്നും കാണത്തില്ലോ. അതെ. അപ്പൊ അമ്പലത്തിന്റെ പുറയിലോട്ടേ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ അമ്പലത്തില് വൈകുന്നേരം നടയൊക്കെ തുറന്നു. ഞാൻ സ്കൂളിലൊക്കെ പോകുന്നേരം ഒരു 8 മണി കഴിയുമ്പത്തേനും ഇവിടെ നിൽക്കുമ്പോഴേ ആ. ഈ റോഡിന്റെ ഇവിടെ വന്നിട്ട് ഈ ഒരു നിൽക്കുന്നിടത്ത് നിന്ന് നോക്കി അമ്പലം ഇല്ല. ആ. അതുപോലെ നമ്മുടെ അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിട്ടേ ഒരു കടയുണ്ടേ. എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. തണുപ്പായതുകൊണ്ട് നമുക്ക് നല്ലൊരു കടുപ്പുള്ള ചായ കുടിക്കാം. നമുക്ക് കുറച്ച് പാല് വാങ്ങിച്ചോണ്ട് പോകാം അല്ലേ കുഞ്ഞേ? അപ്പൊ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരാവേ. മഞ്ഞത്തെ വണ്ടി പോകുമ്പോ ആ ലൈറ്റ് മിന്നുന്നതാണ് നല്ല രസമുണ്ടല്ലേ. കുഞ്ഞി കടുപ്പത്തിലൊരു ചായ വെക്കൂ. വെച്ചോളൂ. കുഞ്ഞ് വെക്കുന്ന ചായക്കാ ടേസ്റ്റ്. അതെ, കുഞ്ഞ് ചായ വെച്ചോ. നമ്മൾ പാക്കിങ് തുടങ്ങാൻ പോകുന്നു. ആദ്യം ചമ്മന്തിപ്പൊടി കിട്ടോ? ഒരു കാര്യം ചെയ്യോ, നീ പാക്ക് ചെയ്യുവല്ലേ? എന്നാ പണി? അല്ല, എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. നീ പാക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ വന്നിട്ട് നമുക്ക് കഴിച്ചിട്ട് കിടക്കായിരുന്നു. അച്ഛ ഏൽപ്പിച്ചിട്ട് പോയ പണിയെല്ലാം വരുമ്പോഴത്തേനും ചെയ്തു വെച്ചില്ലെങ്കിൽ ചെയ്തോ. നിന്നെ ഏൽപ്പിച്ച പണി നീ ചെയ്തോ. അടുക്കള എന്നെ ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ല. ചേർത്ത് പിടിച്ചിട്ടിടുന്നേ, അല്ലെങ്കിൽ താഴെ പോകും. തണുപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന്? ഇവിടെ തണുപ്പ്. അതല്ല ഞാനിങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നത്. എവിടെ തണുപ്പെന്ന് ചോദിച്ച ആളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ കയ്യും കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ്. ഇതന്നെയാണ് കപ്പളങ്ങയൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നത്. നാളെ രാവിലെ തോരൻ വെക്കാനുള്ള കപ്പളങ്ങ അരിഞ്ഞു വെച്ചു. നാളത്തേക്കായിരുന്നു? നാളെ രാവിലെ തോരൻ വെക്കാൻ അത് അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് വൈകിട്ടത്തേന് നല്ല സൂപ്പർ ഉണക്കക്കാന്താരി പൊട്ടിച്ചെടുക്കാം. അതെന്തിനാണെന്നറിയോ? ഉണക്കക്കപ്പ രാവിലെ ഉണക്കക്കപ്പ വേവിച്ചായിരുന്നു. അതിനാണോ? അപ്പൊ ഇത്രയും കപ്പ ഇരിപ്പുണ്ട്. അതൊന്ന് ചൂടാക്കണം. അതിന് കൂട്ടാൻ വേണ്ടിട്ട് കാന്താരി. അല്ല, ഇതൊക്കെ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലുവേ ഞാനത് കാണിക്കും. അമ്മ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ആ ചോറ് കാണിക്കും. അയ്യോ കുഞ്ഞീ ചതിക്കല്ലേ. അമ്മേ എന്നാ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞേ? മറ്റേ മുട്ടയും തക്കാളിയും ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് ചോറ് സെറ്റാക്കി തരാന്നാണ് ഇളക്കി എടുക്കൂല്ലോ നമ്മള്. വൈകിട്ടത്തേന് ഉദ്ദേശിച്ചു. പക്ഷേ ചോറ് ഇച്ചിരി വെന്ത് പോയി. ഇച്ചിരിയല്ല. അതെന്നാന്നറിയോ, ഞാൻ ഓർത്തു അച്ചമ്മച്ചി ചോറ് വാർത്തായിരിക്കുമെന്ന്. അച്ചമ്മച്ചി ഓർത്തു ഞാൻ വാർത്തായിരിക്കുമെന്ന്. അങ്ങനെ രണ്ടുപേരും ഓർത്തിരുന്നത് കൊണ്ട് ചോറങ്ങ് തന്നെ വെന്തുപോയി. വെന്തുപോയി. അപ്പൊ എന്തായാലും അത് ചീറ്റിപ്പോയി. സ്ഥിതിക്ക് നമുക്ക് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം വൈകുന്നേരം. എന്തായാലും മുട്ട മേടിച്ചോണ്ട് വന്ന് അത് ഉണ്ടാക്കാൻ വേണ്ടി വൈകിട്ട് മുട്ട മേടിച്ചത് നന്നായി കേട്ടോ. ഈ ഓംപ്ലേറ്റിലും അടിച്ചു കൂട്ടി തിന്നാം. അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വൈകുന്നേരം. അതെ അതെ. എന്നുവെച്ചാ അടുക്കളയിലോട്ട് കേറാനേ പിന്നെ ചോറ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്നത്. ഞാൻ ഓർത്ത് എന്നാന്നോ, അന്നേരം ചോറ് വെന്തില്ല. അപ്പൊ കപ്പളങ്ങ അരിഞ്ഞു കൊണ്ട് വെക്കാൻ വരുമ്പോ ചോറ് വാർത്തെന്നാ ഞാൻ ഓർത്തത്. രണ്ടുപേരും അങ്ങനെ ഓർത്തോർത്ത് അങ്ങനെ ഇതിപ്പോ കറിക്ക് ഉപ്പിടുന്ന പോലെ ആയിപ്പോയി. അപ്പൊ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ ഭക്ഷണം. വൈകുന്നേരത്തെ ഭക്ഷണം ഇതൊക്കെയാണെന്ന്. നമുക്ക് കഴിച്ചേക്കാലേ. അച്ഛ വരാൻ താമസിക്കുന്നോണ്ടേ കഴിച്ചിട്ട് കിടന്നേക്കാം. അച്ഛ ചിലപ്പോ രാവിലെ ആവുമായിരിക്കും വരെ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കിടന്നേക്കാം. കണ്ടോ, ഞങ്ങള് മറ്റേ സ്നോയ്ക്കകത്ത് നിൽക്കുന്നുണ്ടോ? കഥ അങ്ങ് തുറന്നപ്പോഴത്തേനുവേ ഒറ്റ അടിച്ചങ്ങോട്ട് കയറുവോ വരക്കകത്തോട്ട്. നല്ല രസമുണ്ടല്ലേ. ഇപ്പൊ മുറ്റത്തോട്ട് ഇറങ്ങി നിക്കണം. ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ മേത്തോട്ടെ പറ്റിപ്പിടിച്ച് മഴ പിന്നെ തുള്ളുന്നത് പോലെ വരും. ആ ചെടിയെ പോലെ വരും. ഇലക്കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ടോ? വെള്ളം നിൽക്കും. ഇത് കണ്ടോ, ആ ചെടിയെ കൂടെ ഒക്കെ ഉണ്ട് തുള്ളി തുള്ളിയായിട്ട്. രാത്രി മഴ പെയ്യോന്ന് ആർക്കറിയാം. തുള്ളികൾ പോലെ. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളെ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.